സമസ്ത ഐക്യ ആഹ്വാനത്തെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്ത് കാന്തപുരം വിഭാഗം. ഐക്യ ആഹ്വാനം ഇരു സംഘടനകളും ചർച്ച ചെയ്യുമെന്നും നേരത്തെയും ഐക്യത്തിന് ശ്രമിച്ചിരുന്നതായും മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മധ്യസ്ഥത വഹിക്കാൻ മുസ്ലിം ലീഗ് വേണ്ടെന്നും വ്യവസായി MA യൂസഫ് അലിയെ പോലുള്ളവരാണ് മധ്യസ്ഥതയ്ക്ക് ഉചിതമെന്നും അസ്ഹരി പറഞ്ഞു. സുന്നി സംഘടനകൾ ഐക്യപ്പെടണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം എപ്പോഴും സ്വാഗതാർഹമാണ്. സമസ്ത നേരത്തെയും ഐക്യത്തിന്റെ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. സഹോദര സമസ്തയും അങ്ങനെ തന്നെ എപ്പോഴും ഐക്യത്തിന്റെ ആഹ്വാനം തന്നെയാണ് നടത്താറുള്ളത്. ചർച്ചയുടെ ഒരു സാധ്യതയുണ്ട്. അത് ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടന്നതിന് ശേഷമാണ് അതേക്കുറിച്ച് വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമുണ്ട്. ഒരു മധ്യസ്ഥൻ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ആരെയായിരിക്കും നമ്മൾ അങ്ങനെ ഒരു മധ്യസ്ഥന്റെ റോള് വഹിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരായിരിക്കും അത്? യൂസുഫ് അലി സാഹിബിനെ പോലുള്ള സമസ്തയുമായി വളരെ ആഭിമുഖ്യമുണ്ട് എന്ന് പറയുന്ന ഇരു സംഘടനകളോടും ഒരേ രീതിയിലുള്ള നിലപാടുകൾ പുലർത്തുന്ന സുന്നി മദ്രസയിൽ തന്നെയാണ് പഠിച്ചത് എന്നതിലൊക്കെ അഭിമാനം കൊള്ളുന്ന അത്തരം വ്യക്തികളായിരിക്കും അതിന് നന്നാവുക. മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ മതസംഘടനയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസയിലൊന്നും അവർ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിലുള്ള ഉമറാക്കളൊന്നും സമസ്തയുടെ മദ്രസയിലല്ല പഠിച്ചത്. അവരൊക്കെ നമ്മുടെ മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ മദ്രസകളിലാണ് പഠിച്ചത്. യൂസഫ് അലി മാത്രമാണ് സമസ്തന്റെ മദ്രസയിൽ പഠിച്ചോളൂ. അതുകൊണ്ട് യൂസഫ് അലി മാത്രം മതി, മറ്റുള്ളവരൊന്നും വേണ്ട. അതോടെ കഴിഞ്ഞ് പരിപാടി. ഈ ഐക്യാഹ്വാനം എന്ന് പറയുമ്പോഴാണ് കേരളത്തിലെ ഈ അടുത്ത കാലത്ത് ഒരു ഐക്യമുണ്ടായി. SNDPയും NSSഉം അല്ലേ, നാരായണപ്പണിക്കരും അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും. എന്താണ്ടായത്? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണാണ്. കാരണം എല്ലാവർക്കും അറിയാം ഇതൊന്നും ഒന്നിക്കാൻ. കാരണം എന്താ വെച്ചാൽ, ഒന്ന് രാജവമ്പാല, മറ്റൊന്ന് മൂർഖന്. ഇത് രണ്ടും കൂടി ഒരിക്കലും ഒരു മാളത്തിൽ ഒരിക്കലും ചേരൂല. അതുകൊണ്ട് തന്നെ കേരള ജനത അതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു, എവിടെ ഒന്നിക്കുന്നുള്ളത്. അവസാനം എന്തായി? അതൊന്നുമില്ലാതായി. NSSന്റെ നേതാവ് എന്ത് പറഞ്ഞ്? വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞ്. വെള്ളാപ്പള്ളി എന്ത് ചെയ്ത്? വല്ലേ ഊരി. അപ്പോൾ അതോടെ അവസാനിച്ച്. അതുപോലെ തന്നെയാണ് ഇരു സുന്നി നേതാക്കന്മാരും ഇരു സുന്നി പ്രസ്ഥാനവും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത്. ഒന്നിക്കും, ലേനുണ്ടാവും എന്നൊക്കെ പറയാൻ തുടങ്ങി. കോഴിക്ക് മുല വരണമായിരി കുറേ കാലങ്ങളായി ഇതിങ്ങനെ കേൾക്കണം. അവിടെ ഒന്നും ലീഗിനെ കൂട്ടൂല, ലീഗിനെ അടുപ്പിക്കൂല, പണക്കാട് തങ്ങന്മാരെ അടുപ്പിക്കൂല. അവരൊന്നും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, വേണ്ട. പക്ഷെ എന്തായാലും കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് സുന്നി സമൂഹം, അവരൊക്കെ നോക്കിക്കാണുന്ന ഇരു സമസ്തകളും ഇരു സുന്നി വിഭാഗങ്ങളും ഒന്നിക്കണം എന്ന് തന്നെയാണ്. നിങ്ങൾ ഒന്നിക്കണം, ഒന്നിച്ചോളി. പക്ഷെ വേറെ ഒന്നുണ്ട്. ലീഗ് ഇനി എൻ്റെ ഒരു അഭിപ്രായം കേട്ടാ, ലീഗിന് ഗാലറിയിൽ നിന്ന് കളി കാണണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അവർ രണ്ടുപേരെയും ഗ്രൗണ്ടിൽ ഇറക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്താ പറഞ്ഞത്? ഇപ്പം നമ്മളാണ് ഗ്രൗണ്ടിലുള്ളത്. ഏത്? സമസ്തയും ലീഗാണ് ഇപ്പോൾ ഗ്രൗണ്ടിലുള്ളത്. അവർ ഗാലറിയിൽ നിന്ന് കളി കാണുകയാണ് ചെയ്യുന്നത്. ഹരം പിടിച്ച് കൈകൊട്ടി കളിക്കുകയാണ് അവർ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അവർ ഐക്യത്തിലാണെങ്കിൽ ലീഗ് എന്ത് ചെയ്യണം? ഗാലറിയിൽ കയറിയിരിക്കട്ടെ, നമുക്ക് കളി കാണാം. കാരണം ഒരു ഭാഗം മൂർഖന്മാരും മറ്റു ഭാഗം രാജവമ്പാലന്മാരാണ്, അധികാരികളാണ്. ഇപ്പോൾ ദുനിയാവാണ് ഏറ്റവും പ്രധാനം, ആഖിറത്തേക്കാളും. അതിന് വേണ്ടിയാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ ഈ തല്ല്, ലീഗിനായിട്ടുള്ള തല്ല്. CHന്റെ വിഷയത്തിലൊക്കെ അധികാരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലുത്. അതിനു വേണ്ടിയിട്ടാണ്. അതാണ് പണക്കാട് തങ്ങന്മാരൊന്നും ഇതിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇപ്പോൾ കാലി പ്രശ്നം എന്താണ്? കാലി പ്രശ്നം കേരളത്തിലെ മഹല്ലുകളൊക്കെ സമസ്തൻ്റെ കീഴിൽ വരണം എന്നാണ് പറയുന്നത്. പണക്കാട് കുടുംബത്തിൻ്റെ തങ്ങന്മാരുടെ കീഴിലൊന്നും ഖാലിമാരാവാൻ പാടില്ല. അവരൊന്നും കേരളത്തിലെ മഹല്ലുകളിൽ ഖാലിയാവാൻ പാടില്ല. എല്ലാം സമസ്തക്ക് വരണം. ഇതുപോലെ നമ്മളെ പുഴയിലൊക്കെ ഉണ്ടല്ല, വലട്ടിട്ട് ഒന്നായിട്ട് മീനിനങ്ങോട്ട് ഒന്നായിട്ട് അടക്കിയിട്ട് ഒരൊറ്റ കോരലിനുള്ള മീൻ മുഴുവനാണ്ട് എന്നതുപോലെ. പക്ഷെ അതിൽ ചില മുള്ളുകളാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരക്കൊമ്പുകളാ ഉണ്ടാകുമ്പോഴൊക്കെ വലിയ പ്രയാസമല്ല ആ മീനിനെ പിടിക്കാനൊക്കെ, ഒന്നിച്ച് പിടിക്കാൻ എന്നതുപോലെയാണ് ഇപ്പോൾ സമസ്തൻ്റെ അവസ്ഥ. ലീഗ് അവിടെ ഉള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ലീഗിനെ ഒഴിവാക്കുക, അതാണ് മുക്കം. അതുപോലെ തന്നെ മുക്കത്തെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ
തങ്ങളെന്തിനാണ്? തങ്ങന്മാർക്ക് എന്തിന്? വിവരമില്ലാത്ത തങ്ങന്മാർ എന്തിനാണ് ഖാലിയാവിൻ്റെ ആവശ്യം? ഖാലിയാവിന് എന്താണ് യോഗ്യത? അതിനുള്ള വിവരം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മുക്കം പോലുള്ള ആളുകളൊക്കെ ചോദിക്കണേ. കാരണം ഇതിനെ ഒന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചു കൂട്ടിയിട്ട് ഒരു ഭാഗത്താക്കുക, എന്നിട്ട് അതിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നമ്മളെ എന്ത് ചെയ്യുക? പണക്കാട് കുടുംബത്തിൻ്റെ ആ ഒരു മേധാവിത്വം ഇല്ലാതാക്കും ചെയ്യുക. അതൊക്കെ ഈ സമസ്ത, ഈ പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ സമസ്ത എന്ന് പറയുന്നതുണ്ടല്ല, അത് ഞങ്ങളെ പൂർവികരായ ആളുകൾ നേടിയെടുത്താണ്. അവരതിന് വെള്ളവും വളവും അധ്വാനവും പീഡനങ്ങളും എതിർപ്പുകളും അതുപോലെ തന്നെ വെറുപ്പിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ട് നേടിയെടുത്താണത്. അധികാരങ്ങളിൽ നിന്ന് നേടിയെടുത്തതുണ്ട് പോക്കർ സാഹിബും അതുപോലെ തന്നെ ഉപ്പി സാഹിബും എന്ന് വേണ്ട സമസ്തക്ക് വേണ്ടി ഓരോ ആളുകളും പൂക്കോയത്തങ്ങൾ മുതൽ ഇങ്ങോട്ട് മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ വരെ ഇതിനെ വെള്ളവും വെളിച്ചവും അതുപോലെ തന്നെ വളവും കൊടുത്ത് നട്ടു വളർത്തി വലുതാക്കിയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് ചെന്നാളി, ഞങ്ങളുടെ ഒന്നാകാൻ പോവാണ്, നിങ്ങളൊക്കെ മാറുന്നാളി. നടക്കില്ല മക്കളെ. നിങ്ങളെ ഭാഗത്ത് പോയി നിങ്ങൾ ഒന്നിച്ചോളി, ഒരു കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. ലീഗിനല്ല കൂട്ടാതിരിക്കുന്നത്, തങ്ങന്മാരങ്ങൾ കൂട്ടണ്ട, ആരും കൂട്ടണ്ട. ഞങ്ങൾ ഗാലറിയിൽ നിന്ന് കളി കാണട്ടെ. നിങ്ങൾ പിന്നെ രാജവമ്പാലകളും അതുപോലെ തന്നെ കിങ് കോബ്രകളും എന്തിനു വേണ്ടേ ഇവരെല്ലാവരും കൂടി ഒന്ന് കളിക്കും. ഒരു മാളത്തിൽ നിന്ന് നിങ്ങൾ ഏതുവരെ കളിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് നോക്കാം. ഓക്കെ.